നമസ്കാരം. നക്ഷത്ര വോയിസിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ജീവിതത്തിൽ ചില നിമിഷങ്ങൾ ഉണ്ടാകും. നമ്മൾ ഒരുപാട് പരിശ്രമിച്ചിട്ടും കാര്യങ്ങൾ മുന്നോട്ട് പോവാത്തതുപോലെ തോന്നുന്ന നിമിഷങ്ങൾ. ഒരു വശത്ത് പ്രതീക്ഷ, മറുവശത്ത് ആശങ്ക. ഉള്ളിലെങ്ങോ ഒരു ശബ്ദം ചോദിക്കും, ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? എല്ലാവർക്കും അറിയാത്ത ഒരു സത്യമാണ്, ജീവിതം മുന്നറിയിപ്പുകൾ നൽകാറുണ്ട്. പക്ഷേ അത് കേൾക്കാൻ നമുക്ക് ഒരു ആത്മശാന്തിയും ഉള്ളുണർവും വേണം. ഇന്ന് നിങ്ങളുടെ മുന്നിൽ രണ്ട് പരിശുദ്ധമായ ഇലകളുണ്ട്. ഒന്നാമത്തേത് തുളസിയില, വിഷ്ണു കടാക്ഷത്തിന്റെ പ്രതീകം, സമാധാനത്തിന്റെയും സംരക്ഷണത്തിന്റെയും ചിഹ്നം. രണ്ടാമത്തേത് കൂവളമില, ബില്ലുപത്രം, ശിവാനുഗ്രഹത്തിന്റെ അടയാളം, ശക്തിയുടെയും പരിണാമത്തിന്റെയും പ്രതീകം. ഇവ സാധാരണ ഇലകളല്ല, ഇവ നിങ്ങളുടെ ജീവിതപാതയെ സൂചിപ്പിക്കുന്ന കാർമ്മിക ചിഹ്നങ്ങളാണ്. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കൂ, നിങ്ങളുടെ ഇഷ്ടദേവതയെ മനസ്സിൽ ധ്യാനിക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന അവസ്ഥകൾ ഓർക്കൂ. ഇനി കണ്ണുകൾ തുറക്കൂ. തുളസിയോ കൂവളമോ, നിങ്ങളുടെ മനസ്സ് ഏത് ഇലയിലേക്കാണ് കൂടുതൽ ആകർഷിക്കുന്നത്, അതായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലെ അടുത്ത അധ്യായം തുറന്നു കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇഷ്ടദേവതയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തന്നെ ഈ രണ്ട് ചിത്രങ്ങളിൽ നിന്നും ഒന്ന് തിരഞ്ഞെടുത്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഫലങ്ങളിലേക്ക് കടക്കാം. അതിനു മുൻപേ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നക്ഷത്ര വോയിസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ പ്രിയനാമങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുവാനും ശ്രദ്ധിക്കേണ്ടതാണ്. ഏറ്റവും ആദ്യത്തെ 1-ാം നമ്പർ ചിത്രമായിട്ടുള്ള തുളസിയിലയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. സന്തോഷം, സമാധാനം എന്നീ ഗുണങ്ങൾ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. എന്നാൽ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ ലഭിക്കുവാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ആണുള്ളത്. എന്നാൽ ഇക്കാര്യത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് ഫലം. സന്തോഷവും സമാധാനവും ജീവിതത്തിലേക്ക് കടന്നു വരിക തന്നെ ചെയ്യും. ജീവിതത്തിൽ പല അവസരങ്ങളിലായി ദുഃഖങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും അനുഭവിച്ചിട്ടുള്ളവരാണ് നിങ്ങൾ. ഇനി ഒന്നും അനുഭവിക്കാൻ ബാക്കിയില്ല എന്ന രീതിയിൽ മുന്നോട്ട് പോകുന്നവരാണ് നിങ്ങൾ. ജീവിതത്തിൽ അത്രമേൽ ദുരിതങ്ങൾ നിങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞു. നാളുകൾ ഓരോന്ന് കഴിയും തോറും കഷ്ടപ്പാടുകൾ ഒന്നിനു പുറകെ ഒന്നായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതും നിങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ്. എന്നാൽ അത്തരം കഷ്ടതകളും ദുരിതങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ പോകുന്നു എന്ന് തന്നെ വിശ്വസിക്കുക. ജീവിതത്തിൽ നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കും എന്ന് തന്നെയാണ് ഫലം. നിങ്ങൾ ജീവിതത്തിൽ ഒരു കാര്യം ആഗ്രഹിച്ചുകൊണ്ട് അതിനുവേണ്ടി അതിയായ പരിശ്രമം നടത്തിയാൽ അത് നിങ്ങൾക്ക് ജീവിതത്തിൽ അനുകൂലമായ ഒരു അവസ്ഥ ഉണ്ടാക്കി തരും എന്ന് തന്നെ വിശ്വസിക്കുക. ജീവിതത്തിൽ നേട്ടങ്ങൾ വന്നു ചേരുവാൻ അല്ലെങ്കിൽ കൈവരിക്കുവാൻ പോകുന്ന ദിവസങ്ങളാണ് ഇനിയുള്ളത് എന്ന് തന്നെ വിശ്വസിക്കുക. നിങ്ങളിൽ ഭഗവാന്റെ കടാക്ഷം ഉള്ളതുകൊണ്ട് തന്നെ ഇനിയുള്ള നാളുകൾ നിങ്ങൾക്ക് നേട്ടങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുവാനുള്ള സാഹചര്യങ്ങൾ കൊണ്ടുതരുന്നതാണ്. നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങളുടെ ഇഷ്ടദേവതയുടെ കടാക്ഷം ഉണ്ട് എന്ന് തന്നെ വിശ്വസിക്കുക. ആ ദേവതയുടെ കടാക്ഷം നിങ്ങളിൽ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഉയർച്ച നേടുവാനുള്ള സാഹചര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യും. ഇനിയൊരു തിരിഞ്ഞുനോട്ടമില്ല എന്ന് തന്നെ നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കുക. പല അനുകൂലമായ അവസരങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ വന്നു ചേരുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് ജീവിതത്തിൽ പല തടസ്സങ്ങളും പല പ്രവൃത്തികളിലായി നിങ്ങളെ പിന്നോട്ട് വലിക്കുന്നു എന്നുള്ളതും സത്യം തന്നെയാണ്. ഇനിയുള്ള നാളുകളിൽ പല അനുകൂലമായ ഫലങ്ങൾ തന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ വന്നു ചേരുവാൻ പോകുന്നു എന്ന് പറയാം. അതിനാൽ തന്നെ ഇത്തരം തടസ്സങ്ങളെല്ലാം അനായാസം നിങ്ങൾക്ക് മറികടക്കുവാൻ സാധിക്കുക തന്നെ ചെയ്യും. ദുരിതങ്ങൾ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ ജീവിതത്തിൽ നിന്നും അത്തരം ദുരിതങ്ങൾ ഒഴിയുവാനുള്ള സാഹചര്യം അല്ലെങ്കിൽ അത്തരം ഒരു കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യും. ഇനിയുള്ള നാളുകളിൽ നിങ്ങൾക്ക് വെച്ചടി കയറ്റം ജീവിതത്തിൽ ഉണ്ടാകുവാൻ പോകുന്നു. അതിനായുള്ള അനുകൂലമായ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്. ഇത്തരം കാര്യങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിച്ച് നന്നായി മുന്നോട്ട് പോകുവാനുള്ള സാഹചര്യം ഉണ്ടാക്കണം എന്നാണ് ഓർക്കേണ്ടത്. നിങ്ങൾക്ക് ജീവിതത്തിൽ വരുന്ന അവസരങ്ങൾ തട്ടിക്കളയുവാൻ പാടുള്ളതല്ല. കാരണം അത്തരം അവസരങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ പിന്നീട് ഉണ്ടാകണമെന്നില്ല. അതിനാൽ ഒരു കാര്യവും എടുത്തുചാടി തീരുമാനിക്കുവാൻ പാടുള്ളതല്ല. സാമ്പത്തികമായ കാര്യങ്ങളിൽ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോകേണ്ടതാണ്.
കൂടാതെ ആഡംബരമായ വസ്തുക്കൾ വാങ്ങുമ്പോൾ നിങ്ങൾ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ്. അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ഇത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ധനപരമായ നഷ്ടത്തിനോ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾക്കോ കാരണമായേക്കാം. അതിനാൽ ഇത്തരം കാര്യങ്ങളിലെല്ലാം കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാണ്. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സ്വന്തമാക്കുവാനും ചെലവ് വർദ്ധിപ്പിക്കുവാനും ധനപരമായ നഷ്ടങ്ങൾ ഉണ്ടാക്കുവാനുമുള്ള സാധ്യത കൂടുതലുള്ള സമയമാണിത്. എന്നാൽ അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുവാനും സമ്മാനങ്ങൾ നേടുന്ന തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിച്ച് അതിലൂടെ സന്തോഷം നേടുവാനുമുള്ള സമയം കൂടിയാണിത്. ഈ സമയം കുടുംബദേവതയെയും അതല്ല എങ്കിൽ ഇഷ്ടദേവതയെയും ആരാധിച്ച് മുന്നോട്ടു പോവുക എന്നുള്ള കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതിനാൽ തന്നെ തീർച്ചയായും ഇഷ്ടദേവതയുടെ നാമം കമന്റുകളായി രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ നമ്പറായിട്ടുള്ള തുളസിയില തിരഞ്ഞെടുത്ത ആളുകളുടെ തൊടുകുറി ഫലങ്ങളായിട്ട് ഇവിടെ പറയുവാനുള്ളത്. ഇനി രണ്ടാം നമ്പർ ചിത്രമായ കൂവളമിലയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ ഫലം ഇപ്രകാരമാണ്. നിങ്ങൾക്ക് ജീവിതത്തിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുവാനുള്ള സാഹചര്യം കടന്നുവരും എന്ന് തന്നെ പറയാം. വലിയ രീതിയിലുള്ള യുദ്ധങ്ങൾ തന്നെ ജീവിതത്തിൽ ചിലപ്പോൾ വേണ്ടിവരും എന്ന് പറയാൻ കാരണം പല രീതിയിലുള്ള പ്രശ്നങ്ങൾ അവ തരണം ചെയ്യുവാൻ ബുദ്ധിപരമായി നീങ്ങുക എന്നിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ജീവിതത്തിൽ ആവശ്യമായി വരും. എന്നാൽ ധൈര്യം കൈവെടിയാതെ നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ വളരെ ശക്തമായി തന്നെ നിങ്ങൾക്ക് മുന്നേറുവാൻ സാധിക്കും എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ്. നിങ്ങൾക്ക് ജീവിതത്തിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാഹചര്യങ്ങളും നിങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ളവരാണ്. നിങ്ങളുടെ ജീവിതത്തെ തളർത്തുവാൻ പോകുന്ന പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുമുണ്ട്. എന്നാൽ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഇനിയും ഉണ്ടാകുവാനുള്ള സാധ്യത ഏറെയാണ്. എന്നാൽ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഫലപ്രദമായി പ്രതിരോധിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുവാൻ സാധിക്കും. നിങ്ങൾ വിജയിക്കുവാൻ വേണ്ടി ജനിച്ചവരാണെന്ന് സ്വയം കരുതേണ്ടത് അനിവാര്യമാണ്. ആ ചിന്ത മനസ്സിൽ എപ്പോഴും വേണ്ടതാണ്. എന്നും പോസിറ്റീവ് ചിന്തകളാൽ മനസ്സ് നിറഞ്ഞ് മുന്നോട്ട് പോവുക. പലരും നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെട്ടു വരും എന്നുള്ള കാര്യവും ഓർക്കേണ്ടതാണ്. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ അല്ലെങ്കിൽ സന്തോഷകരമായ വാർത്തകൾ തേടിയെത്തുന്ന ഒരു സന്ദർഭം തന്നെയാണിത്. നിങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതങ്ങൾക്ക് അല്പം ആശ്വാസം ലഭിക്കുന്ന സമയം തന്നെയാണിത് എന്ന് ഓർക്കുക. അല്ല എങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ദുരിതങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നതിനുള്ള സമയം തന്നെയാണിത് എന്ന് മനസ്സിലാക്കുക. ഏത് സാഹചര്യത്തിലും അനുകൂലമായ ഫലങ്ങൾ നേടി പ്രവർത്തിച്ച് വിജയങ്ങൾ കൈവരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന് തന്നെ മനസ്സിലാക്കേണ്ടതാണ്. ഇഷ്ടദേവതയെ ആരാധിച്ച് ഈശ്വര വിശ്വാസത്തോടു കൂടി മുന്നേറുക എന്നുള്ള കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഒരിക്കൽ എത്തിപ്പെടുവാൻ സാധിക്കാതായാൽ പല കാര്യങ്ങളും നിങ്ങൾക്കുണ്ട് എന്നുള്ള ഒരു ചിന്ത നിങ്ങൾക്ക് മനസ്സിൽ എപ്പോഴുമുണ്ട്. എന്നാൽ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും എന്ന് തന്നെ ഉറച്ചു വിശ്വസിക്കുക. എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് അത്തരം കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ അത്തരം സ്ഥാനത്തേക്ക് എത്തിപ്പെടുവാൻ സാധിക്കും എന്ന് തന്നെ മനസ്സിലാക്കുക. അതായത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരുവാൻ സാധിക്കും എന്ന് തന്നെ വിശ്വസിക്കുക. നിങ്ങൾ ശരിയായ പാതയിലൂടെ തന്നെയാണ് സഞ്ചരിക്കുന്നത് എന്നുള്ള ഒരു വിശ്വാസമാണ് നിങ്ങൾക്ക് ആദ്യം വേണ്ടത്. ഉയർച്ചകൾ സംഭവിക്കാനുള്ള സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന് തന്നെ വിശ്വസിക്കുക. ആരെയും അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള വിജയങ്ങൾ അല്ലെങ്കിൽ നേട്ടങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു എന്നുള്ള കാര്യവും നിങ്ങൾ ഓർക്കേണ്ടത് അനിവാര്യമാണ്. വിഷമതകൾ അനവധി ജീവിതത്തിൽ കടന്നു വരാം. എങ്കിലും അത്തരം വിഷമതകളെ എല്ലാം നിഷ്പ്രയാസം നിങ്ങൾക്ക് തരണം ചെയ്തുകൊണ്ട് മുന്നോട്ടു പോകുവാൻ സാധിക്കും എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ്. അനീതി ഒരിക്കലും പൊറുക്കാത്ത വ്യക്തികളാണ് നിങ്ങൾ എന്നുള്ള കാര്യവും ഓർത്തുകൊണ്ടാണ് ബന്ധുക്കൾ, സുഹൃത്തുക്കൾ അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ആകട്ടെ അവരെയൊക്കെ നിങ്ങൾ നിങ്ങളുടെ ജീവനതുല്യം സ്നേഹിക്കുകയും അവരെയെല്ലാം സഹായിക്കുകയും ചെയ്യുന്നു എന്നുള്ള കാര്യം നിങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. വിഷമതകളിൽ ഒരിക്കലും തളരുവാൻ പാടില്ല എന്ന കാര്യം നിങ്ങൾ ഓർക്കേണ്ടതാണ്. കഠിന പ്രയത്നത്തോടെ ഏതൊരു കാര്യത്തെയും അതിൻ്റെ ഏറ്റവും മഹത്തായ സ്ഥാനങ്ങളിലേക്ക് നിങ്ങൾ എത്തിപ്പെടും എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ്. പല വഴികളിലൂടെയും ധനപരമായ നേട്ടങ്ങൾ നിങ്ങളിലേക്ക് എത്തും എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ്. അതിനാൽ തന്നെ നിങ്ങളെ കൊണ്ട് കഴിയുന്ന ശ്രമങ്ങൾ
നടത്തുകയാണെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ അനവധി നേട്ടങ്ങൾ ജീവിതത്തിൽ നേടുവാൻ സാധിക്കും എന്ന് തന്നെ വിശ്വസിക്കുക. ബിസിനസ്, വ്യാപാരം, കച്ചവടം തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ അല്പം ശ്രമം നടത്തുകയാണെങ്കിൽ വളരെയധികം നേട്ടങ്ങൾ കൈവരിക്കുവാനുള്ള സമയമാണിത്. കടബാധ്യതകൾ പോലും ഒഴിവാക്കാനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് വന്നു ചേരും. ഈ സമയം നിങ്ങളെ ശരിയായ ദിശയിലൂടെ കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് തന്നെ സാധിക്കേണ്ടതാണ്. ശരിയായ രീതിയിലുള്ള പാത തിരഞ്ഞെടുത്ത് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. ഇഷ്ടദേവതയുടെ കടാക്ഷം നിങ്ങളിൽ എപ്പോഴും ഉണ്ട്. അതിനാൽ തന്നെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഉയർച്ച നേടുവാൻ സാധിക്കുമെന്നുള്ള കാര്യം ഓർക്കുക. ഇപ്പോൾ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുമുണ്ട്, എങ്കിലും അത് നിഷ്പ്രയാസം തരണം ചെയ്യുവാൻ സാധിക്കും എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ്. അനുകൂലമായ അനേകം കാര്യങ്ങൾ ജീവിതത്തിൽ വന്നു സംഭവിക്കുക തന്നെ ചെയ്യും. അതിനാൽ ഈശ്വരനെ വിശ്വസിച്ച് ഏവരും മുന്നോട്ടു പോവുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് 2ാം നമ്പർ ചിത്രമായ കൂവളമില തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ തൊടുകുറി ഫലങ്ങളായി ഇവിടെ പറയുവാനുള്ളത്. അപ്പോൾ ഞാൻ ഇന്നിവിടെ ഇത്രയും കാര്യങ്ങളാണ് പറയുവാനായിട്ട് ഉദ്ദേശിച്ചത്. നിങ്ങളുടെ ജീവിതവുമായി ഇത് എത്രത്തോളം ശരിയാണെന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കുക. ഈ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.